ഓ നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു കഥ. അജീർണം ബാധിച്ച അഗ്നിദേവൻ. ഇതാണ് കഥ. ശേതബി എന്ന രാജാവ് ഒരു യാഗം നടത്തി. 100 കൊല്ലം നീണ്ടുനിന്ന മഹായാഗം. ആ മഹായാഗത്തിലെ ഹവിസ് ഭക്ഷിച്ച് അഗ്നിദേവന് അജീർണം ബാധിച്ചു. രോഗം ഭേദമാക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ച് അഗ്നി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ഗാന്ധവവനത്തിൽ വസിക്കുന്ന ദേവവൈരികളായ ജീവികളുടെ മേധസ് ഭക്ഷിച്ചാൽ രോഗം സുഖപ്പെടും. ബ്രഹ്മാവ് അഗ്നിക്ക് മരുന്ന് നിശ്ചയിച്ചു. ഉടനെ അഗ്നി ഗാന്ധവവനത്തിൽ വസിക്കുന്ന ദേവവൈരികളായ ജീവികളുടെ മേധസ് ഭക്ഷിക്കുവാൻ പുറപ്പെട്ടു. പക്ഷേ ഇത് ഇന്ദ്രന് ഇഷ്ടമായില്ല. ഗാന്ധവവനത്തിൽ തക്ഷകൻ വസിക്കുന്നുണ്ട്. ആ സർപ്പം ഇന്ദ്രൻ്റെ സുഹൃത്താണ്. തക്ഷകന് അപായമുണ്ടാകാതിരിക്കാൻ ഇന്ദ്രൻ വനത്തിലെങ്ങോ മഴ പെയ്യിച്ചു. അപ്പോൾ അഗ്നി കുഴപ്പത്തിലായി. 7 പ്രാവശ്യം പരിശ്രമിച്ചിട്ടും വിജയിക്കാതെയായപ്പോൾ അഗ്നി കൃഷ്ണനെയും അർജുനനെയും സഹായത്തിന് വിളിച്ചു. അവർക്ക് വേണ്ട ആയുധങ്ങൾ അഗ്നി വരുണനിൽ നിന്ന് വരുത്തിക്കൊടുത്തു. കൃഷ്ണനും അർജുനനും ആയുധങ്ങളുമായി ഇന്ദ്രനോട് പൊരുതാൻ ഒരുങ്ങി നിന്നു. അഗ്നി വീണ്ടും ആവേശത്തോടെ ഗാന്ധവവനത്തെ ദഹിപ്പിച്ചു തുടങ്ങി. ഇന്ദ്രൻ അപ്പോൾ മഹാമാരി വർഷിപ്പിച്ചു. ഉടനെ അർജുനൻ വനത്തിനു മുകളിൽ അസ്ത്രങ്ങളെ കൊണ്ട് കമാനമുണ്ടാക്കി മഴയെ തടഞ്ഞു. അഗ്നി ദഹിപ്പിക്കൽ തുടർന്നുകൊണ്ടിരുന്നു. തക്ഷകൻ ആ സമയത്ത് വനത്തിൽ ഇല്ലായിരുന്നു. തക്ഷകൻ്റെ ഭാര്യ മകനായ അശ്വസേനനെ വായയ്ക്ക് അകത്താക്കി. ഇരുവരും കൂടെ രക്ഷപ്പെടാൻ നോക്കി. അർജുനൻ അവളെ തടഞ്ഞു. അവൾ തൽക്ഷണം കൊടുങ്കാറ്റുണ്ടാക്കി അർജുനനെ തളർത്തി. അങ്ങനെ അശ്വസേനൻ രക്ഷപ്പെട്ടു. അതിൽ കോപിച്ച് കൃഷ്ണനും അർജുനനും വനത്തിലെ അസുരന്മാരെയും പാമ്പുകളെയും ഗരുഡന്മാരെയും അരിഞ്ഞു കൊന്നു. അസുരന്മാരുടെ ശില്പിയായ മയൻ തന്നെ തീയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കൃഷ്ണനും അർജുനൻ്റെയും സമീപത്ത് വന്നു. അർജുനൻ മയനെ തീയിൽ നിന്ന് രക്ഷിച്ചു. ജരിത എന്ന പക്ഷിയുടെ 4 പിഞ്ചു കുഞ്ഞുങ്ങൾ കാട്ടുതീ കണ്ട് ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. അത് കണ്ട അഗ്നി അവരെ ദഹിപ്പിക്കാതെ വിട്ടു. അവർ പറന്നു പോയതോടെ അഗ്നി വീണ്ടും ദഹിപ്പിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇന്ദ്രൻ യുദ്ധസന്നാഹത്തോടെ വന്ന് കൃഷ്ണനോടും അർജുനനോടും വളരെ നേരം ഏറ്റുമുട്ടി. പക്ഷേ ഇന്ദ്രൻ തന്നെ പരാജയപ്പെട്ടു. അഗ്നി ഗാന്ധവവനം മുഴുവൻ ദഹിപ്പിച്ച് വിഴുങ്ങി. അതോടെ അഗ്നി ഭഗവാന്റെ അജീർണം സുഖപ്പെട്ടു. ഭഗവാൻ സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.